നമസ്കാരം. IFFK വേദിയിൽ നിന്നും നമ്മോടൊപ്പം ഇന്ന് ചേരുന്ന അതിഥി ഡയറക്ടർ പത്മകുമാറാണ്. നമസ്കാരം സർ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ IFFK? ഞാൻ വളരെ ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ കേട്ടത് വളരെയധികം ഒരുപാട് യുവജനങ്ങളുടെ, അതായത് ന്യൂ ജനറേഷൻ്റെ നല്ല പങ്കാളിത്തം ഇത്തവണയുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കൂടുതൽ ഗംഭീരമായിട്ട് അവർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഞാൻ കേട്ടു. വളരെ നല്ല കാര്യം. പിന്നെ ഓരോ വർഷം കഴിയുന്തോറും ഇത് കൂടുതൽ റെലവൻ്റായിട്ട് വരികയാണ് IFFK. കഴിഞ്ഞ ദിവസം ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നമ്പകൽ നേരത്തെ സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. സിനിമയ്ക്ക് വലിയൊരു സ്വീകാര്യതയാണ് ലഭിച്ചത്. അപ്പോൾ രാജ്യാന്തര ചലച്ചിത്രമേളയിലടക്കം മലയാള സിനിമയ്ക്ക് വലിയ തരത്തിലുള്ള മൂല്യങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യാന്തര ചലച്ചിത്രമേളയിലും അതുപോലെ തന്നെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലൊക്കെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ആ ഒരു പ്രാധാന്യത്തെ എങ്ങനെ വിലയിരുത്തും? തീർച്ചയായിട്ടും മലയാള സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമ മൊത്തം മലയാള സിനിമയെ നോക്കിക്കാണുന്നൊരവസ്ഥയുണ്ട്. ഞാനിത് നോർത്ത് ഇന്ത്യയിൽ ഞാനൊരു ഹിന്ദിയിലൊരു സിനിമ ചെയ്തിരുന്നു. അപ്പോൾ ആ ലൊക്കേഷനിലൊക്കെ എല്ലാവരും ചോദിക്കുന്നത് മലയാളത്തിൽ ഏത് സിനിമയാണ് ഇറങ്ങുന്നതെന്ന് അവർ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഈ OTTയുടെ ഒരു OTT സിനിമകളുടെ ഒരു ഇത് വന്നപ്പോൾ മലയാള സിനിമയ്ക്കാണ് ഏറ്റവും അധികം ഗുണം ചെയ്തത്. കാര്യം എല്ലാ ഭാഷകളിലുള്ള ആളുകളും മലയാള സിനിമകൾ കാണാൻ തുടങ്ങി. മലയാള സിനിമകളുടെ പ്രാധാന്യം എന്താണെന്നും മലയാള സിനിമയുടെ കണ്ടൻറ്റിൻ്റെ മൂല്യം എന്താണെന്നും അവർ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ OTT സമയത്താണ്. തീർച്ചയായിട്ടും മലയാള സിനിമ പഴയൊരവസ്ഥയിൽ, പണ്ട് മലയാള സിനിമയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറി ഇപ്പോൾ തിരിച്ച് മലയാള സിനിമ ആ ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ലിജോനെ പോലുള്ള ഏറ്റവും മികച്ച ഡയറക്ടേഴ്സുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. നമുക്ക് അഭിമാനത്തോടെ ഈ ലോകത്തോടെ ചെന്നാലും പറയാൻ പറ്റും. താങ്കളുടെ സിനിമാ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 2022 ഏറ്റവും ഒടുവിലായി ഇറങ്ങിയത് 10-ാം വിളവാണ്. അപ്പോൾ ഓരോ വർഷം ഇറങ്ങുന്ന സിനിമകൾക്കും ഇതിവൃത്തം കൊണ്ടും വിഷയങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സമകാലിക വിഷയങ്ങളാണ് എല്ലാ ഇതിലും പ്രമേയമായി വരുന്നത്. ഇപ്പോൾ തൊട്ട് മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ 2018 ജോസഫ് വലിയൊരു നമ്മുടെ സമൂഹത്തിന് വലിയൊരു മെസ്സേജ് കൊടുത്ത് പൊതുജനങ്ങളത് ഏറ്റെടുത്ത് ഇന്നും ആൾക്കാരുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്ന വിഷയമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതിലെ ഓരോ പാട്ടുകളും ഇന്നും ആൾക്കാർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഓരോ പാട്ടുകളാണ്. അതുപോലെ തന്നെ ജോജുവിൻ്റെ പ്രകടനവും മികച്ചതായിരുന്നു. അതുവരെ അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും നായകൻ എന്ന രീതിയിലേക്ക് എത്തുകയും ആ കഥാപാത്രത്തെ വളരെ മനോഹരമാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മലയാളികൾക്കുണ്ടായിരുന്ന ഒരു നായക സങ്കല്പം, അതിനൊരു പൊളിച്ചെഴുത്ത് കൂടിയായിരുന്നു ആ ചിത്രം. അതെ, തീർച്ചയായിട്ടും. ജോസഫ് എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു ജോസഫിൻ്റെ 18ാമത്തെ 19ാമത്തെ സിനിമയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ജോസഫ് എന്ന് പറയുന്ന സിനിമ. എൻ്റെ മാത്രമല്ല ജോജുവിൻ്റെ ജീവിതത്തിലും ആദ്യമായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ഷാഹി കബീറിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റായിരുന്നു. രഞ്ജൻ രാജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ ആദ്യത്തെ സിനിമയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയ്ക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വിഷയം കൊണ്ടും അതിൻ്റെ ഒരു അവതരണ ശൈലി കൊണ്ടും പിന്നെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ഒക്കെയാണ് എല്ലാം കൊണ്ടും. ഒരു സിനിമ നന്നാവുമ്പോൾ എല്ലാം നന്നാവും. നമ്മളെല്ലാ സിനിമയും നന്നാവാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സിനിമകൾ ചില പ്രത്യേകമായിട്ട് നമ്മളെല്ലാം നന്നായിട്ട് വരും. അങ്ങനെ വന്നൊരു സിനിമയാണത്. അതിനെ അർഹിച്ച ഒരു അംഗീകാരം തന്നെ ആ സിനിമയ്ക്ക് കിട്ടി. പ്രേക്ഷകരെല്ലാവരും ആ സിനിമ ഏറ്റെടുത്തു. തീർച്ചയായിട്ടും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ സിനിമ തന്നെ ഞാൻ തമിഴിൽ റീമേക്ക് ചെയ്തു. ഹിന്ദിയിൽ എൻ്റെ റീമേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് സിനിമ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് സിനിമ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് കൈമാറാൻ പറ്റണം, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ആ സിനിമയിൽ കൊടുക്കാൻ പറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ആളുകൾ എൻഗേജിങ് ആയിരിക്കണം. ആളുകൾ 2 മണിക്കൂർ നമ്മൾ നല്ല മെസ്സേജ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആളുകൾ 2 മണിക്കൂർ തിയേറ്ററിൽ അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആ സിനിമയ്ക്ക് ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത്തരം സിനിമകൾ തന്നെയാണ് ഇനിയും അങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ത്രില്ലറിൻ്റെ ഒരു പരിവേഷമുള്ള സിനിമകൾക്കാണ് കൂടുതൽ സ്വീകാര്യത പൊതുവെ എൻ്റെ അഭിപ്രായത്തിൽ കിട്ടാറുള്ളത്. ആ സിനിമകളിൽ തന്നെ നല്ല മെസ്സേജുകളുള്ള നല്ല വിഷയങ്ങൾ, ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ആ ഒരു ജോണറിൽ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈകാരിക നിമിഷം, അതായത് സങ്കടമോ സന്തോഷമോ അങ്ങനെ ഏതെങ്കിലും ഒരു മുഹൂർത്തം ഈ ചിത്രീകരണ വേളയിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് തന്നെ ഇപ്പോൾ 10-ാം വിളവിൻ്റെ കാര്യം എടുത്താൽ അതിൽ ആ കുഞ്ഞ് മരിച്ചിട്ട് സുരാജ് അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സോങ്ങിനകത്ത് വരുന്നതാണ്. സുരാജ് അടുത്ത് വന്നിട്ട് കൊച്ചിൻ്റെ ആളുകൾ അമ്മ വന്ന് വീണ് കരഞ്ഞ് പോയതിന് ശേഷം കൊച്ചിൻ്റെ മുഖത്ത് കിടന്നതൊക്കെ മാറ്റി തുണിയൊക്കെ മാറ്റി വയ്ക്കുന്ന സാധനമുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങൾ അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതല്ല. അതൊക്കെ ആ സ്പോട്ടിൽ സുരാജിനെ ചെയ്തു പോകുന്നതാണ്. അതൊക്കെ നമ്മൾ സസൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അത്തരമൊരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ചില വൈകാരികമായിട്ട് നമ്മുടെ കൺട്രോൾ വിട്ടു പോകാറുണ്ട്. ചില സമയത്ത് നമ്മളൊന്നൊരു തേങ്ങൽ നമ്മളറിയാതെ ഉണ്ടായി പോകാറുണ്ട്. ഞാൻ ആ സിനിമയാണ് ചെയ്യുന്നതെന്നോ ഞാൻ അതിൻ്റെ സംവിധായകനാണെന്നോ ചെയ്യുന്ന ഒരു ആക്ടറാണെന്നോ ഒന്നും ആലോചിക്കാതെ നമ്മൾ പെട്ടെന്ന് ആ ഒരു സന്ദർഭത്തിലേക്ക് എത്തിപ്പോകുന്ന ചില സമയം ഉണ്ടാവും. അതുപോലെ ജോസഫിലും ഉണ്ടായിട്ടുണ്ട്, ഇതിലും ഉണ്ടായിട്ടുണ്ട്. ജോസഫിൽ തന്നെ ജോസഫിൻ്റെ ബോഡി പുറത്തുനിന്ന് ഇയാളുടെ ജോജുവിൻ്റെ ബോഡി പുറത്തു കൊണ്ടുവരുമ്പോൾ സുധീകോപ്പ കരയാൻ പറ്റാതെ മോന്തിരിക്കുന്ന ഒരു സീക്വൻസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മളറിയാതെ നമ്മൾ വിങ്ങിപ്പൊട്ടി പോകുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും.